മലപ്പുറം ജില്ലയിൽ വീണ്ടും നിപ്പ വൈറസ് ബാധ ഭീതി വിതച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. നിപ്പ വൈറസ് ബാധിച്ച് മരണപ്പെട്ട 24-കാരന്റെ പ്രാഥമിക സമ്പർക്ക പട്ടിക അടക്കം തയ്യാറാക്കി കഴിഞ്ഞു. ഇതുവരെ 151 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. 4 സ്വകാര്യ ആശുപത്രികളിൽ ഈ യുവാവ് ചികിത്സ തേടിയിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബംഗളൂരുവിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവെന്നും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അതോടൊപ്പം ഈ വിദ്യാർത്ഥി പോയിട്ടുള്ള ഇടങ്ങളിലുള്ളവരെല്ലാം ട്രേസ് ചെയ്തുകൊണ്ട് ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ട സെക്കൻഡറി കോണ്ടാക്റ്റിൽപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തിവരുന്നു. ഐസൊലേഷനിലുള്ള 5 പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുന്നത്. അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോണ്ടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് എന്നും ആർക്കെങ്കിലും അണുബാധയുണ്ടായിട്ടുണ്ട് എങ്കിൽ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതായും വീണ ജോർജ് അറിയിച്ചു. ജില്ലയിലെ തിരുവാലി നടുവത്ത് യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചാണ് എന്ന് പൂനെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സ്ഥിരീകരിച്ചത്. ഈ പശ്ചാത്തലത്തിൽ തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകൾ, മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡ് എന്നിവ കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ VR വിനോദ് പ്രഖ്യാപിച്ചു. ഈ സ്ഥലങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഈ വാർഡുകളിലെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിലും ജില്ലയിൽ പൊതുവെ ജാഗ്രത വേണമെന്നും മുൻകരുതലിന്റെ ഭാഗമായി എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്.